Hello, today we discuss about the law of symmetry. Suppose ഒരു ഒബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എത്രത്തോളം സിമ്മട്രിക് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ചില ടൂൾസ് ഉണ്ട് ആൻഡ് ദേ ആർ കോൾഡ് എലമെൻറ്റ്സ് ഓഫ് സിമ്മട്രി. അപ്പോൾ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ സ്പിയർ ഈസ് പെർഫെക്റ്റ്ലി സിമ്മട്രിക് ഇൻ നേച്ചർ. അതേപോലെ ഒരു ക്യൂബ് അതും ഒരു പെർഫെക്റ്റ്ലി സിമ്മട്രിക് സിസ്റ്റമാണ്. പിന്നെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാർട്ടും മറ്റേ പാർട്ടും ഉറപ്പായിട്ടും എങ്ങനെയാണ് സിമ്മട്രിക് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സിമ്മട്രി എന്നുള്ള ടേം വളരെ ഫെമിലിയർ ആണ്. Suppose you taken a cubic system. A cubic system is highly symmetric in nature, or a triclinic system. Triclinic is, a system where alpha, beta, gamma, that means all the angles are not equal and which is not equal to 90, and all the intercepts are unequal. And that system is called triclinic, which is highly unsymmetric in nature. So, in crystal also there are certain systems which are highly symmetric and there are certain other systems which are highly unsymmetric. അപ്പോൾ നമുക്ക് ഈ ക്രിസ്റ്റലിൽ പലപ്പോഴും ആ ക്രിസ്റ്റൽ എത്രത്തോളം സിമ്മട്രിക് ആണ് എന്ന് പറയേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് we have to use the law of symmetry, or we can say the elements of symmetry. Elements of symmetry is a tool to say how far the system is symmetric. We have various elements of symmetry like axis of symmetry or proper rotation axis. Similarly, you have plane of symmetry and center of symmetry. ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. And the higher studies, you can get better idea. So we start with the axis of symmetry or proper rotation axis. First ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാം. See, ഒരു ഒബ്ജക്റ്റിൽ we can say there is a rotation axis. If you rotate that object with respect to an axis, and that axis could be real or imaginary. The objectile ഒരു റിയലോ ഇമാജിനറിയോ ആയിട്ടുള്ളൊരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസിലൂടെ നമ്മൾ ഒബ്ജക്റ്റിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ് about 360 degree. And whenever you rotate about 360 degree, you are getting more than once the same configuration with which you have started. Then you can say the object is having axis of symmetry or rotation axis. I can make it more simpler or clearer for you. See, you consider an object like this. ഇങ്ങനെയുള്ള സ്ട്രക്ചറൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. സി ഇൻവേർട്ടഡ് വി എന്നോ എന്തുകൊണ്ടും വിളിക്കാം, നമുക്ക് ബെൻഡ് ഷേപ്പ് എന്നോ വിളിക്കാം. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നമുക്ക് റൊട്ടേഷൻ ആക്സിസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? സോ ഹിയർ ഐ പ്ലേസ് ഇമാജിനറി ആക്സിസ്. ഇവിടെ ഞാനൊരു ആക്സിസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് I'm going to rotate in anti-clockwise direction. Anti-clockwise direction rotate here. Okay, and if I rotate in anti-clockwise direction, this is so. What happened? This in 360 degree rotate ചെയ്യുമ്പോൾ 360 degree rotate ചെയ്യുമ്പോൾ നോക്കുക, ഇത് പോയി 180 ഡിഗ്രിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? 180 ഡിഗ്രിയിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത കോൺഫിഗറേഷൻ എന്താണോ അതേ കോൺഫിഗറേഷൻ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കിട്ടി അല്ലേ. ഇനി ഇതേ കോൺഫിഗറേഷൻ തന്നെ ഇനിയും കിട്ടുമ്പോൾ എപ്പോഴാണ്? 360 ഡിഗ്രിയിൽ വരുമ്പോൾ. ക്ലിയർ? അപ്പോൾ നമുക്ക് പറയാം ദിസ് ഒബ്ജക്റ്റ് സെറ്റ് ടു ഹാവ് എ റൊട്ടേഷൻ ആക്സിസ് ബിക്കോസ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ 2 പ്രാവശ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത കോൺഫിഗറേഷൻ തന്നെ കിട്ടി. കുറച്ചുകൂടെ എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ രണ്ടും സെയിം ആണെന്ന് വിചാരിക്കുക. ഇത് കളർ വ്യത്യാസം ഉണ്ടെങ്കിലും തൽക്കാലം നമ്മുടെ എളുപ്പത്തിനായിട്ട് സെയിം ആണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇതേ കോൺഫിഗറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. സെയിം കോൺഫിഗറേഷൻ കിട്ടി അല്ലേ, സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ. ഇനി ഒരു പ്രാവശ്യം കൂടെ കിട്ടും. എപ്പോഴാണ്? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഒബ്ജക്റ്റിന് 2 പ്രാവശ്യം നമുക്ക് സെയിം കോൺഫിഗറേഷൻ കിട്ടി 0 to 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ രണ്ടും വേറെ വേറെയാണ്. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ വെച്ചത്. ഇതാണ് ആക്ച്വൽ ഒബ്ജക്റ്റ്. വാട്ടർ മോളിക്യൂൾ നമുക്ക് കൺസിഡർ ചെയ്യാം. വാട്ടർ മോളിക്യൂൾ ബെൻ ഷേപ്പാണ്. ഓക്കെ,
അപ്പോൾ ഒരു OH ബോണ്ട് മറ്റേ OH ബോണ്ടിലെത്തും. ഇവിടെയുള്ള OH ബോണ്ട് അപ്പുറത്തുള്ള OH ബോണ്ടിലെത്തും 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ സെയിം കോൺഫിഗറേഷനാണ്. ഇത് 360 ഒരു പ്രാവശ്യം കൂടെ കിട്ടും. ഓക്കെ, സോ ദിസ് ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ഹാവ് ആക്സിസ് ഓഫ് സിമെട്രി. എന്നാൽ ഈ മോളിക്യൂൾ ആക്ച്വലി എങ്ങനെയാണ്? രണ്ടും വേറെ പറയണം അല്ലേ? ഈ ഷേപ്പ് ഇതല്ല, ഇത് വേറെ പറയണം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇതേപോലത്തെ കോൺഫിഗറേഷൻ കിട്ടണമെങ്കിൽ ഓക്കെ, ഹൗ മച്ച് ഹാവ് ടു റൊട്ടേഷൻ, എത്ര റൊട്ടേറ്റ് ചെയ്യണം? ഇത് ആക്ച്വൽ കേസാണ്. ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും ഒരേപോലെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇത് ഒരേപോലെയുള്ള ഒബ്ജക്റ്റുകളല്ല, ഒരേപോലെയുള്ള ബോണ്ടുകളല്ല, രണ്ടും വേറെ വേറെയുള്ള ബോണ്ടുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് വേറെ വേറെയുള്ള ബോണ്ടുകളായതുകൊണ്ട് ഞാൻ ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തെ സൈഡിൽ റെഡ്, ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്? ഗ്രീനും ഉണ്ട്. ഇതേ കോൺഫിഗറേഷൻ കിട്ടണമെങ്കിൽ ഞാൻ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം? 180 റൊട്ടേറ്റ് ചെയ്തു. സെയിം കോൺഫിഗറേഷൻ ആണോ? അല്ല. കാരണം നേരത്തെ റെഡ് ഇപ്പുറത്തായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഇപ്പുറത്ത് റെഡ് വരണമെങ്കിൽ എഗെയിൻ ആയിട്ട് റൊട്ടേറ്റ് 180 മോർ, ഇറ്റ് ഇസ് ടോട്ടൽ 360. അപ്പോൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്ത കോൺഫിഗറേഷൻ ഈ ഒബ്ജക്റ്റിന് കിട്ടുള്ളൂ. ഉറപ്പായിട്ടും പറയാം, ഈ ഒബ്ജക്റ്റിന് എന്തില്ല? ആക്സിസ് ഓഫ് സിമെട്രി ഇല്ല. കാരണം whenever you rotated about 360 degree, you have to get more than once the same configuration from where you started. Then only the object is said to have proper rotation axis or axis of symmetry. So I will define once again. An object is said to have an axis of symmetry whenever you rotate the object with respect to a real or imaginary axis in anti-clockwise direction about 360 degree, and if you are getting more than once the same configuration, then the object is said to have a rotation axis. See, ഇതിനെ നമുക്ക് കിട്ടുന്ന സെയിം കിട്ടുന്നത് എപ്പോഴാണ്? ഇത് കിട്ടുന്നത് 180 ഡിഗ്രിയിലാണ്. അപ്പോൾ 360ൽ 2 പ്രാവശ്യം കിട്ടും. ഇനി ഇങ്ങനെ ഒബ്ജക്റ്റ് വിചാരിക്കുന്നതാണ്. അമോണിയ മോളിക്യൂളുടെ ഷേപ്പ് നിങ്ങൾക്കറിയാം. This is somewhat ammonia molecule. Trigonal pyramid. Isn't it? Trigonal pyramid ആണ് molecular shape. അപ്പോൾ ഇനി ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ തൽക്കാലം നിങ്ങളിതും ഒരേപോലെ എല്ലാം 3 ബോണ്ടും സെയിം ആണെന്ന് വിചാരിക്കുക. ഇതും ഗ്രീന്, എല്ലാം ഗ്രീനാണെന്ന് വിചാരിക്കുക. ഒരു ഗ്രീന് കുറവായതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാം സെയിം ആണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് ഇവിടെ എത്തണമെങ്കിൽ ഞാൻ എത്ര റൊട്ടേറ്റ് ചെയ്യണം? 120 ഡിഗ്രി അല്ലേ? ഇവിടെ നമ്മൾ ആംഗിൾ 120 ആണ്. 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ എനിക്ക് സെയിം കോൺഫിഗറേഷൻ കിട്ടും. ഇതെല്ലാം സെയിം ആണ്. ഇത് റെഡ് ആണെങ്കിലും ഇത് സെയിം ആണ്. ഇത് 3 ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 120ൽ നിങ്ങൾക്ക് സെയിം കോൺഫിഗറേഷൻ കിട്ടും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കിട്ടും? 3 പ്രാവശ്യം കിട്ടും. 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ ഗ്രീന് റെഡിൻ്റെ പൊസിഷനിൽ വരും. റെഡ് ഗ്രീനും സെയിം ആണ്. ഇതും ഗ്രീനായിട്ടാണ് കണക്കാക്കേണ്ടത്. ഈ ഗ്രീൻ ഇവിടെ എത്തും, ഇത് ഇവിടെ എത്തും. ഓക്കെ, 120ൽ 240ൽ പിന്നെ ഒരു പ്രാവശ്യം കിട്ടും. അപ്പോൾ നമുക്ക് 3 പ്രാവശ്യം 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഇതിന് സെയിം കോൺഫിഗറേഷൻ കിട്ടും. ക്ലിയർ? അപ്പോൾ എനിക്ക് പറയാം, നേരത്തെ എടുത്ത ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന് എനിക്ക് 2 പ്രാവശ്യമാണ് എനിക്ക് റൊട്ടേഷൻ സെയിം കോൺഫിഗറേഷൻ കിട്ടുന്നത്. സോ ഐ ക്യാൻ സേ ദിസ് ഒബ്ജക്റ്റ് ഹാവിങ് 2-fold സിമെട്രി. 2-fold സിമെട്രിയാണ്. ദിസ് ഒബ്ജക്റ്റ് ഹാവിങ് 3-fold സിമെട്രി. 3-fold സിമെട്രിയാണ് ഉള്ളതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നോക്കുന്നത് ഇവിടെ ഒരു ക്യൂബ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യൂബിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യൂബിൻ്റെ 2 ഓപ്പോസിറ്റ് ഫേസസിലൂടെ നമ്മളൊരു ആക്സിസ് ഇമാജിൻ ചെയ്തു. എന്നിട്ട് അതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൂടെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ക്യൂബ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കഴിയുമ്പോൾ അപ്പോൾ 90 ഡിഗ്രി ഈ ആക്സിസ് ഇവിടെ എത്തും. ഈ ക്യൂബിൻ്റെ എല്ലാ ഫേസും ഈക്വൽ ആണല്ലോ. അപ്പോൾ 90 ഡിഗ്രി കഴിയുമ്പോൾ ഈ ഫേസ് ഇവിടെ എത്തും. ക്ലിയർ? അത് കഴിയുമ്പോൾ എന്ത് വെച്ച് സംഭവിക്കും? പുറകിലുള്ള ഫേസ് ഇവിടെയായി. ഇനിയും ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലുള്ള ഫേസ് ഫ്രണ്ടിലെത്തും. ഇനി ഒരു 90 എത്തുമ്പം ഈ ഫേസ് ഇവിടെ എത്തും അല്ലേ? അപ്പോൾ നമുക്ക് 360 ഡിഗ്രി ടൈം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ how many times you will get 4 times the same configuration. So it is having an axis of 4-fold symmetry. ഇത് ആക്ച്വലി എന്താണ്? ഒരു ഹെക്സഗൺ ആണ്.
Of course, it is 6 faces. But this contains a 6-fold symmetry. Every 60 degree, or 60 degree rotating, same configuration. So this is having what is called a 6-fold axis of symmetry. It is about axis of symmetry. Now we'll move to plane of symmetry. What do you mean by plane of symmetry? It's a real or imaginary plane which can divide the object into 2 equal halves so that one half is a mirror image of other. Object and equal half divide one half mirror image angle, then object is said to have plane of symmetry. Sphere sphere is an example. Sphere completely cut middle cut and hemisphere. In the hemisphere relation, one hemisphere and hemisphere mirror image. So a sphere is said to have plane of symmetry. Look, this is a cube. Of course, this cube also having plane of symmetry. There is a mirror which is in the upper part and lower part in equal halves, and the upper part is a mirror image of the lower part. Now here also you have a plane of symmetry. It is called rectangular plane of symmetry. Rectangle well, this is placed in a diagonal manner, so it is called a diagonal plane of symmetry. Now we'll discuss center of symmetry. In the center of symmetry, our object is a real or imaginary point consider. Our point you have to move in opposite direction. While you are moving in opposite direction at equal distance, if you meet the same particle, you point in opposite direction to going, and you are meeting the same particle or objects at equal distance, then the object is said to have center of symmetry. The cube in the center consider cube in the center is the particle equal distance opposite direction. Definitely particle same crystal lattice point particles so either direction same particles in equal distance. So the cube is said to have center of symmetry. So this is about what is called the elements of symmetry, and we'll continue with the discussion to plane of symmetry. What do you mean by plane of symmetry?